എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുർത്തീസിന്റെ അൺബോക്സിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. എസ്പെഷ്യലി മീഷോയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കുർത്തി സെറ്റുകൾ, അതുപോലെ തന്നെ ബ്ലൗസ്, ഇതിന്റെയൊക്കെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് എന്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞു വെച്ചാൽ പ്ലേലിസ്റ്റിൽ എങ്ങനെ അത് എടുക്കണം എന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. അതുപോലെ എടുത്തിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 500 ബിലോ റേറ്റിൽ വരുന്ന ഫുൾ സെറ്റ് കുർത്തീസിന്റെ ഒരു 5 കളക്ഷൻ ആയിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് 400 ബിലോ വരുന്ന കുർത്തീസ് മാത്രമാണ് കേട്ടോ. കുർത്തീസിന്റെ കളക്ഷൻ ആണ്. 400 ബിലോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഓരോന്ന് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ക്ലാസിക് അല്ലെങ്കിൽ ട്രെൻഡി ലുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ്. അതിന്റെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഏജ്, ഇപ്പൊ ഇന്ന ഏജിന് മാത്രമേ സ്യൂട്ട് ആവുള്ളൂ എന്നില്ല. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന 5 ടൈപ്പ് കുർത്തീസും എല്ലാ ഏജുകാർക്കും ഒരുപോലെ സ്യൂട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് വർക്ക് ആവില്ല. മുന്നേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ പ്രകാരം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കും റീഡയറക്റ്റ് ആവുന്നില്ല, വർക്ക് ആവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കോഡ് അടിച്ചു കൊടുത്തിട്ട് മീഷോന്ന് എടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോഡ് വെച്ച് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തേക്കാം. മുന്നത്തെ വീഡിയോയിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്നും കൂടെ കൊടുത്തേക്കാം. കോഡ് അടിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് എടുക്കണം. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവാത്തതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അധികം വാചകം അടിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ലൈറ്റ് ഇല്ല അതിന് പകരമായിട്ട്. അപ്പോൾ പുറത്തു കൂടെ പോകുന്ന വണ്ടികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്, ദയവീത് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചിട്ട് എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡ്രസ്സ് ഏതാന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ പൂക്കള് ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഫസ്റ്റ് വരുന്നത്. ഇത് മീഷോയിൽ കണ്ടത് ഒരു മെറൂൺ ഷെയ്ഡാണ്, പക്ഷെ ഇതൊരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു കൈ ഉണ്ടല്ലോ, കൈയിന്റെ ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൈ ഇവിടെ ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ ചുരുങ്ങി കിടക്കും. അത് ഞാൻ ഇട്ടിട്ടുള്ളതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കയ്യിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഈ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ബോൾസ് മാതിരി ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ വരും. ഇതെല്ലാം ഒരു കളറായതുകൊണ്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണുന്നില്ല എന്ന് മാത്രം. പിന്നെ നല്ലോണം ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കുർത്തിയാണ് കേട്ടോ. കുർത്തിയല്ല, ഒരു മാക്സി ഡ്രസ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് വന്നിട്ട് തട്ടായിട്ടാണ് ഇത് ഫുള്ളായിട്ട്. ഇപ്പൊ നമ്മൾ സാധാരണ കുർത്തീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫുൾ ഇവിടെ വരെ ഒരു കട്ടിങ്, പിന്നെ ഫുള്ളൊരു മീൻസ് ഒരൊറ്റ സെറ്റായിട്ട് തയ്ച്ചിട്ടുള്ളതല്ലേ ഉണ്ടാവും. അത് അങ്ങനെയല്ല, തട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ തരത്തിലാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ഇവിടെ നമ്മുടെ ഈ അരയുടെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കാൽമുട്ടിന്റെ ഏകദേശം ആ ഭാഗത്ത് എത്തിയിട്ട് വീണ്ടും ഒരു കട്ടി, പിന്നെ ഇങ്ങനെ ഒരു ഫ്ലെയർ ആണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി ചുരുങ്ങി നിൽക്കാതെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് മുട്ടിന് താഴെ കാഫ് ലെങ്ത് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ആ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. എന്നാൽ ഫുൾ ഗൗൺ അല്ല കേട്ടോ, അങ്ങനെയല്ല, കുറച്ച് മുകളിലോട്ടാണ്, കാഫ് ലെങ്ത് ആണ് വരുന്നത്. കഴുത്ത് വന്നിട്ട് കുറച്ച് കയറി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിത് എൽ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ലാർജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, അത്ര ലൂസ് ഫീൽ ചെയ്യണില്ല. നമുക്ക് റെഡി ടു വെയർ ആണ്, വേണമെങ്കിൽ ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. പ്രൈസ് വന്നിട്ട് 353 രൂപയാണ് കേട്ടോ. 353 റുപ്പീസ് ആണ്. 353 രൂപയ്ക്ക് എക്സ്ട്രാ വർത്ത് ആണ് കേട്ടോ. 353 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പ് എന്തായാലും ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ കടയിൽ പോയിട്ട് കിട്ടില്ല എന്ന് പറയാറ്. അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും, കടയിൽ പോയാൽ കിട്ടില്ല. 353 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അത്രയും നന്നായിട്ട് നല്ല കോട്ടൺ ആട്ടോ വരുന്നത്, നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാ. അതായത് അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ഇടാം, ഇനി അതല്ല കോളേജിൽ പോകുമ്പോൾ അങ്ങനെയും വെയർ ചെയ്യാം, ഓഫീസിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. അങ്ങനെ എല്ലാ ഒക്കേഷൻസിലേക്കും നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ.
ഇതിന്റെ വേറെ കളറുകളൊന്നും അവൈലബിൾ അല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രിന്റിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോയും കൂടെ അവിടെ കൊടുത്തേ. ാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ല. ഈ ഒരു പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇത് അങ്ങനെ ഫെയ്ഡായി പോകുന്ന പ്രിന്റ് അല്ല, അങ്ങനെ മുക്കി കഴിഞ്ഞാൽ അങ്ങനെ ഫെയ്ഡ് ആവണതൊന്നും അല്ല. ഈ കയ്യിന്റെ ഇവിടെ ആയിട്ട് നമുക്കിത് ഒരു 3/4 കയ്യേ വരുന്നത്. കയ്യിന്റെ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞ് പഫ് മാതിരി ഉണ്ട്. വലിയ ഞൊറികളില്ല, കുഞ്ഞൊരു പഫാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ലൂസായിരുന്നു. ലാർജ് തന്നെ സൈസ് എടുത്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കൈ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതേ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഒരു നെക്കിന്റെ ഇവിടെ ഒരു വീനെക്ക് മാതിരി കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഒരു പൊളി, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ, നേരത്തെ ആ ഒരു ഡിസൈനിൽ വന്ന മാതിരി തന്നെ ഈ അരയുടെ അവിടുത്തെ ഒരു ടക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മുട്ടിന്റെ അവിടെ ആയിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചാണ്. അവിടുന്ന് വീണ്ടും വേറെ ഫ്ലെയറാ, പിന്നെ വീണ്ടും ഒരു സ്റ്റിച്ച്, അങ്ങനെ. അപ്പൊ 3 സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റിച്ച് വന്നിട്ടാണ്. അപ്പൊ അത് അത്യാവശ്യം ഇങ്ങനെ വിടർന്ന് കിടക്കും. അങ്ങനെ ഒറ്റ കട്ടിങ് അല്ല വന്നിരിക്കണേ. സാധാരണ നമ്മൾ ഓപ്പൺ ഇല്ലാത്ത കുർത്തീസ് എടുക്കുന്ന സമയത്ത് ഒറ്റ കട്ടിങ് അല്ലേ വരാറ്. പക്ഷെ ഇതിങ്ങനെ എന്താ പറയുക, അതിനെ നമുക്ക് വീണ്ടും വീണ്ടും സ്റ്റെപ്പായിട്ടാണ് ഈ കട്ടിങ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. അതേണ്ടോ, ഇവിടെ ഒരെണ്ണം, പിന്നെ നമ്മുടെ അരയുടെ അവിടുത്തെ കട്ടിങ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞ് കിടക്കും. പിന്നെ ബ്ലാക്ക് ആയത് കാരണം കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. മീഷോയിൽ കൊടുത്തിരിക്കുന്ന നേവി ബ്ലൂ എന്നുള്ളതാണ്, പക്ഷെ ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇങ്ങനത്തെ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിസ്കോസ് റയോൺ ആണ്. അതുപോലെ തന്നെ മാക്സി ടൈപ്പ് ആണ്, അതായത് കാഫ് ലെങ്ത് ആണ് ഇതും വരുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 348 രൂപയാണ്. 348 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 348 രൂപയ്ക്ക് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ വർത്ത് ആണ്. നല്ല മെറ്റീരിയലാ. മുക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രിന്റ് ഒന്നും ഇളകി പോകുന്ന ടൈപ്പ് അല്ല വന്നിരിക്കുന്നത്. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളും ഡിസൈൻസും വന്നിട്ടുണ്ട്. അത് ഞാൻ ഏതൊക്കെയാന്നുള്ളത് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. എനിക്ക് നേവി ബ്ലൂ ആണ് ഓർഡർ ചെയ്തത്, പക്ഷെ ബ്ലാക്ക് നന്നായിട്ട് തോന്നിയിട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. കാരണം രൂപയാണ്. 306 രൂപയ്ക്ക് ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ എക്സ്ട്രാ വർത്ത് ആണ് കേട്ടോ. ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പൊ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് ഭംഗിയായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ചൂസ് ചെയ്തത്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, ഇത് ഈ കളർ കുറച്ചുകൂടെ രസമായിട്ട് തോന്നി. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച്
പ്രിന്റിന്റെ ഭംഗിയാ. കളർ പോകുന്നതും ഫീഡ് ആവുന്നതായിട്ട് തോന്നുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ലാർജ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സൈസ്. എനിക്ക് കുറച്ചധികം ലൂസ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 342 രൂപയാണ്. 342 രൂപയ്ക്ക് എക്സ്ട്രാ വർത്ത് ആണ്. ഡെയിലി കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ മാറി മാറി ഇടാനൊക്കെ നല്ല പാറ്റേൺ ആണ് കേട്ടോ. എല്ലാവർക്കും ചേരും കേട്ടോ. ചെറുപ്പം അരയുടെ അല്ല ഈ ഒരു ഭാഗത്തായിട്ട് അരയുടെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുള്ളതാ. അതായത് ഒറ്റ കട്ടല്ല വന്നിരിക്കണേ. ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്, അങ്ങനെ കട്ടായിട്ട് വന്നിരിക്കുന്നതാ. ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. നല്ല റിസൾട്ട് കാണാൻ വേണ്ടിട്ടോ. ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ ഒരു പ്രൈസിൽ ഇത് എക്സ്ട്രാ വർത്ത് ആണ്. ഇതിന്റെ മൊത്തത്തിലുള്ളത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതും ഞാൻ ലാർജ് എടുത്തത്. എനിക്ക് ഓക്കെ ആണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് ഈ ഒരു പ്രിന്റിന്റെ ആണോ അതോ ഈ ഒരു മെറ്റീരിയലിന്റെ ആണോ ഭംഗി എന്നറിയില്ല. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരു ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ബാക്കിയൊക്കെ മിസ്സാക്കിയാൽ ഇത് അത്രയും വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട്. ഇത് ജോർജറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലാർജ് ആണ് സൈസ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 372 രൂപയാണ് ഇതിനായിട്ടുള്ളത്. 372 രൂപയ്ക്ക് ഒന്നും പറയാനില്ല. ഇതും കാഫ് ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് എന്താ പറയാ ലൈനിങ് വന്നിട്ടുണ്ട്. ലൈനിങ് ഈ മുകളിലത്തേന്റെ ഫുള്ളില്ല കേട്ടോ. ലൈനിങ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളൂ. രണ്ടാമത്തെ സെറ്റ് മീൻസ് രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്ന ആ അതിന്റെ തൊട്ട് മുകളിൽ വരെ ലൈനിങ് ഉണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ മുട്ടിന്റെ അതുവരെ ലൈനിങ് ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ഇതിലും വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അത് ഏതൊക്കെയാന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതാണ് ഇഷ്ടപ്പെട്ടത്, ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയണ്ടാവുമല്ലോ, നല്ല ഇന്നത്തെ വീഡിയോ. 5 കുർത്തീസിന്റെ റിവ്യൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് എടുത്തു നോക്കി ഇട്ട് നോക്കി ഓക്കെ എന്ന് തോന്നുന്നു മാത്രമാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കസിൻസിനോ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഡ്രസ്സുകൾ എല്ലാവർക്കും എപ്പോഴും അത്യാവശ്യമുള്ള ഒരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് ഈ കോസ്റ്റ് ഇത്രയും കുറവുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാവുമ്പോൾ, അതും
ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തതാവുമ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈപ്പ് കുർത്തീസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലൗസുകളാണെങ്കിലും എന്താണെങ്കിലും ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.